എല്ലാവർക്കും നമസ്കാരം. ശ്വാസകോശ അർബുദത്തിനെ കുറിച്ചാണ് കുറച്ച് നാളായിട്ട് നമ്മൾ ഓപ്പൺ ടോക്സിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ ശ്വാസകോശ അർബുദത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ്, അതിൻ്റെ ഒരു വളർന്നു വരുന്ന വളർച്ചാ നിരക്ക് പുരുഷന്മാരിൽ മാത്രമല്ല സ്ത്രീകളിലും കണ്ടുകൊണ്ടിരിക്കുന്ന ശ്വാസകോശ അർബുദത്തിനെ കുറിച്ചും, പുകവലി കൊണ്ട് മാത്രമല്ലാതെ ഒരു തെറ്റായ ശീലങ്ങളുമില്ലാത്ത ആളുകൾക്കും വരുന്നൊരു ലങ് ക്യാൻസറിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ശ്വാസകോശാർബുദത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് അറിയാൻ വേണ്ടി ഞാൻ ബേസിക്കലി വന്ന കുറച്ച് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്കിൽ നിന്ന് ഞാനൊരു ചെറിയ അനുഭവം പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ആളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു പുരുഷനെ എടുക്കാം, ഏറ്റവും വലിയ ഒരു സമയം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായൊരു സമയം കടന്നു പോകുന്നത് അദ്ദേഹത്തിൻ്റെ 60-ാം വയസ്സിലായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ചെറുപ്പം മുതൽ ജോലി ചെയ്ത് കുടുംബത്തിന് വേണ്ടി ഭദ്രത ഉറപ്പിച്ച് അതിനുശേഷം മക്കളുടെ കല്യാണം കഴിക്കാൻ പോകുന്ന സമയവും കല്യാണം കഴിഞ്ഞ് അദ്ദേഹം ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ മക്കളെ കല്യാണത്തിന് ഒരുങ്ങുന്ന സമയത്തൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സമയമാണ് നമ്മുടെ കഴിഞ്ഞ MBR കഴിഞ്ഞ 5 കൊല്ലം നമ്മളൊരു ലങ് ക്യാൻസറിൻ്റെ രജിസ്ട്രിയുടെ ഡാറ്റ എടുത്തപ്പോൾ മീഡിയൻ ഏജ് ഈ അസുഖം വരുന്നൊരു പ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 58 തൊട്ട് 65. അപ്പോൾ ഈ ഒരു ഏജ് ഒരിക്കലും നമ്മളൊരു വയസ്സനാണ് അല്ലെങ്കിൽ അതൊരു പ്രായമായ ഒരാളാണ് എന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ 2026 60 വയസ്സൊന്നും ഒരു വയസ്സേ അല്ല, നമ്മൾ മധ്യവയസ്കരാണ്. അപ്പോൾ ആ ഒരു പോപ്പുലേഷനെയാണ് ഈ ലങ് ക്യാൻസർ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അപ്പോൾ ഇതിൽ ഉണ്ടാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു പോകുന്ന പേഷ്യൻറ്റിൻ്റെ ദുഃഖം, അതിൻ്റെ ഒപ്പമുള്ള ഫാമിലിയൽ ഫുൾ ഒരു മെൻ്റൽ ട്രോമ, സോഷ്യൽ ട്രോമ, ബാക്കിയുള്ളവരെങ്ങനെ ഫേസ് ചെയ്യുന്നുള്ളതിൻ്റെ ക്ഷീണം, ഇതിൻ്റെ പുറമെ നമ്മുടെ എന്തായിരിക്കും ഔട്ട്കം, ചികിത്സിച്ചാൽ മാറുമോ എന്നുള്ളതിൻ്റെ ആശങ്ക, അതിനെല്ലാം ഉപരി സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ ഭയം. കാരണം കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്വരൂപിച്ച പൈസ നമ്മളിപ്പോൾ ഒരു ചികിത്സയ്ക്ക് വേണ്ടി മാറ്റി വയ്ക്കേണ്ടി വരുന്നു. അപ്പോൾ ഇതെല്ലാം കാരണം കൊണ്ട് ഈ ശ്വാസകോശ അർബുദം എന്ന് പറഞ്ഞ്, പൊതുവെ അർബുദങ്ങൾ ഈ സ്റ്റേജിലാണെങ്കിലും ശ്വാസകോശ അർബുദം പൊതുവെ കാണപ്പെടുന്നൊരു സ്റ്റേജ് വയസ്സതായതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം വളരെ ആവശ്യമാണ്. അപ്പോൾ നമ്മളൊരു സംശയം എന്തെങ്കിലും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഡോക്ടറെ കാണണം, അതിനുവേണ്ടി സ്കാൻ എടുക്കണം അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ അസുഖം കണ്ടുപിടിച്ചാലും, കാരണം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഇതൊക്കെ ഉണ്ടെങ്കിലും കഴിഞ്ഞൊരു 5 കൊല്ലം 10 കൊല്ലത്തിൽ ഏറ്റവും കൂടുതൽ ചികിത്സിച്ച് വ്യത്യാസപ്പെടുത്തിയിട്ടുള്ള ക്യാൻസറുകളൊന്ന് ലങ് ക്യാൻസറാണ്. അപ്പോൾ നല്ല ചികിത്സയിൽ ഭൂരിഭാഗം ശ്വാസകോശ ക്യാൻസറും മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഭയപ്പെട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടല്ല ഈ മെസ്സേജ് തന്നിരിക്കുന്നത്. ഈ മെസ്സേജ് ബേസിക്കലി നമ്മളൊരു തെറ്റായ ശീലങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ഉപേക്ഷിക്കണം. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങളാണ് നിങ്ങളുടെ ശരീരത്തെ നന്നായിട്ട് അറിയുക, വിട്ടുമാറാതെ തോന്നുന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഡോക്ടറെ സമീപിക്കണം. അതിനുശേഷം കണ്ടുപിടിച്ച് ഇതിന് കൃത്യരീതിയിൽ ചികിത്സ കൊടുത്താൽ ഭൂരിഭാഗം ക്യാൻസേഴ്സും ഈ കാലത്ത് മുഴുവൻ ഗുണപ്പെടുത്താൻ പറ്റുന്നതാണ്.